മിൽമ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ക്ഷീരസംഘം സഹകരണ ബിൽ രാഷ്ട്രപതി തടഞ്ഞു. ക്ഷീര സഹകരണ സംഘങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ടവകാശം നൽകി മിൽമയുടെ ഭരണം സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതാണ് ബില്ല്. 3 സർവകലാശാല ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ക്ഷീരസംഘം സഹകരണ ബില്ലും തടഞ്ഞത്. ഇനി 2 ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഉള്ളത്. അതിൽ പാലോടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ബില്ല് കൂടി രാഷ്ട്രപതി തടയുമ്പോൾ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഉറപ്പായും സർക്കാരിന്റെ തിരിച്ചടിയാണ്. മിൽമ സഹകരണ സംഘങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നൽകുന്ന ബില്ലാണ് സർക്കാർ കൊണ്ടുവന്നത്. ആ ബില്ല് ഗവർണർക്ക് നൽകി, നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയെങ്കിലും ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഗവർണർ പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതിയും ആ ബില്ലിന് അംഗീകാരം നൽകാതെ തള്ളിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ടവകാശമുണ്ട് എന്നുള്ള ഹൈക്കോടതി വിധി ഈ ബില്ല് കൊണ്ടുവന്നതിന് പിന്നാലെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ പ്രശ്നമില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ ചില കക്ഷികൾ പോയിട്ടുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഹൈക്കോടതി വിധി മറികടന്നാൽ മാത്രമേ ഈ ബില്ല് പ്രായോഗികമാകുന്നത് സംബന്ധിച്ച് പ്രശ്നം വരികയുള്ളൂ. ബില്ലിൽ തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആദിൽ പാലോട്, തിരുവനന്തപുരത്ത്.